സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സാധാരണക്കാരായ മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിന് ഒരു ആശ്വാസം എന്ന നിലയിൽ സർക്കാർ നൽകുന്നതാണ് ആ 1600 രൂപ എന്ന് പറയുന്നത്. അത് 62 ലക്ഷം കുടുംബങ്ങളിലേക്ക് എത്തിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളിൽ ഒന്നുകൂടിയാണ് നമ്മുടെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പദ്ധതി എന്ന് പറയുന്നത്. പക്ഷേ അത് അനർഹർ തട്ടിയെടുത്തു, ചിലർ തട്ടിയെടുത്തു എന്ന വളരെ ഗൗരവതരമായ വാർത്ത നമ്മുടെ മുൻപിലേക്ക് വരുന്നു. അനർഹർ എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും അതിന് അർഹതയില്ലാത്ത സർക്കാർ ഉദ്യോഗസ്ഥരാണ്, ചില സർക്കാർ ഉദ്യോഗസ്ഥരാണ് അത് തട്ടിയെടുത്തത് എന്ന വിവരമാണ് നമ്മുടെ മുൻപിലേക്ക് വന്നത്. സർക്കാർ അത് വളരെ ഗൗരവത്തിലെടുക്കുകയും വളരെ വേഗത്തിൽ സർക്കാരിൻ്റെ തന്നെ അന്വേഷണത്തിലാണ് അത് വ്യക്തമായത്. അതിന് തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുകയാണ്. സർക്കാർ ജീവനക്കാർ കൈപ്പറ്റിയതിൽ തുടർ നടപടികളിലേക്ക് കടന്ന് സർക്കാർ വിവിധ വകുപ്പുകൾ കേന്ദ്രീകരിച്ച് പരിശോധന വ്യാപിപ്പിക്കുകയാണ്. താൽക്കാലിക ജീവനക്കാരിലേക്കും പരിശോധന നടത്തും. ഷീജ തന്നെയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നമുക്ക് നൽകുക. ഷീജയോട് ചോദിക്കാം, എന്താണ് സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന തുടർ നടപടികളെന്ന്. ഷീജ, ഇന്നലെ വന്ന ആ വാർത്ത വളരെ ഗൗരവതരമാണ്. കാരണം ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിന് ഒരു ആശ്വാസം എന്ന നിലയിലാണ് സർക്കാർ 1600 രൂപ മാസാമാസം പെൻഷനായി നൽകുന്നത്. അത് വലിയ ശമ്പളം വാങ്ങുന്ന വലിയ പദവിയിലിരിക്കുന്ന ചില സർക്കാർ ഉദ്യോഗസ്ഥരടക്കം തട്ടിയെടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവമേറെയാണ്. സർക്കാർ ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത്? അതിൻ്റെ തുടർ നടപടികൾ ഏത് രീതിയിലാണ്? തീർച്ചയായും മനു, ഏതായാലും അതീവ ഗൗരവത്തോടെ തന്നെയാണ് ഈ ഒരു വിഷയത്തെ സംസ്ഥാന സർക്കാർ കാണുന്നത്. കാരണം സംസ്ഥാന സർക്കാർ തന്നെ ഒരു 2 വർഷം മുൻപാണ് ഈ അനർഹരെ ഈ പട്ടികയിൽ നിന്നും, പ്രത്യേകിച്ചും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചതും അതിൻ്റെ തുടർ നടപടികളിലേക്കും പരിശോധനകളിലേക്കും കടന്നത്. അതിൻ്റെ ആദ്യഘട്ടം നമുക്കറിയാം. അതായത് ഒരാളുടെ പേരിൽ, മരണപ്പെട്ടവരുടെ പേരിൽ അടക്കം പെൻഷൻ വാങ്ങുന്നു എന്നുള്ളത് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മസ്റ്ററിംഗ് ഏർപ്പെടുത്തുകയുണ്ടായി. അതിനുശേഷം ആ രീതിയിൽ പരിശോധന പൂർത്തിയാക്കി മസ്റ്ററിംഗിലൂടെ അത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഒഴിവാക്കിയിരുന്നു. അങ്ങനെ ഓരോ ഘട്ടമായി ഈ ഒരു പ്രോസസ്സ് തുടർന്നു വരികയായിരുന്നു. അതിലാണ് ഇത്തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളതും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇൻഫർമേഷൻ കേരള മിഷനാണ് ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഈ ഒരു പരിശോധന നടത്തിയത്. എന്നാൽ ഈ പരിശോധനയിൽ കണ്ടെത്തിയതെന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ, ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ സംസ്ഥാനത്ത് ഗസറ്റഡ് ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാർ, ഹയർ സെക്കൻഡറിയിലെ അധ്യാപകർ, ഇവരൊക്കെ എന്ന് പറയുന്നത് വലിയ സർക്കാർ ശമ്പളമാണ് കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് ലക്ഷങ്ങൾ വരെ കൈപ്പറ്റുന്നവർ ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളതിൽ ഒരു സംശയമില്ല. അവരാണ് ഈ സാധാരണക്കാർക്ക് നൽകുന്ന ക്ഷേമ പെൻഷൻ അതിന്റെ ഗുണഭോക്താക്കളുടെ പട്ടികയിൽ അനധികൃതമായി കടന്നുകൂടിയതും സർക്കാർ ഖജനാവിനെ വലിയ തോതിൽ തന്നെ ദുരുപയോഗം ചെയ്തിരിക്കുന്നതും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ കർശനമായിട്ടുള്ള തുടർ നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് ധനവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഇവരിൽ നിന്നും എത്ര തുകയാണോ ഇവർ കൈപ്പറ്റിയിട്ടുള്ളത് അതിന്റെ പലിശ സഹിതം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. അതിന് അതിൻ്റെതായിട്ടുള്ള രീതി, അതിൻ്റെ ഒരു നിയമോപദേശം അടക്കം സർക്കാർ തേടിക്കൊണ്ടായിരിക്കും അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കുക. അതിന്റെ നടപടികൾ ഇതിനകം തന്നെ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് വകുപ്പ് തലത്തിലുള്ള നടപടിയാണ്. വകുപ്പ് തലത്തിലുള്ള നടപടിയും ഇവർക്കെതിരെ ഉറപ്പായും ഉണ്ടാകും. കാരണം സർവീസ് ചട്ടത്തിന്റെ ലംഘനമാണ് ഇവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഗൗരവം അത്രത്തോളം വലുതാണ് എന്നുള്ളതുകൊണ്ട് സർവീസ് ചട്ടപ്രകാരമുള്ള നടപടി ഇവർക്കെതിരെ ഉണ്ടാകും എന്നുള്ളത് ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഈ പരിശോധന സംസ്ഥാന സർക്കാർ തന്നെ നടത്തിയ പരിശോധനയാണ്. അതുകൊണ്ട് ഈ പരിശോധന കൂടുതൽ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് നിലവിലിപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ധനവകുപ്പിന്റെ തന്നെ നിർദ്ദേശത്തിൽ ഇത് എല്ലാ വകുപ്പുകളിലും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന ഇതിനകം നടത്തിയിട്ടുണ്ട്. ഇത് കൂടുതൽ വ്യാപിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനം കൂടി ധനവകുപ്പ് എടുത്തിട്ടുണ്ട്. ആ രീതിയിലുള്ള പരിശോധനകൾ തുടരുന്നതായിരിക്കും. അതിനൊപ്പം തന്നെ ഇപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം നോക്കൂ, ഇവിടെ വലിയ ശമ്പളം വാങ്ങുന്ന പ്രൊഫസർമാരും ആ രീതിയിൽ വലിയ റാങ്കുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥരടക്കം ഈ പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ട് എന്നതാണ് നമ്മുടെ മുൻപിലേക്ക് ലഭിച്ച വിവരം. ഇത് സാധാരണഗതിയിൽ 60 വയസ്സ് കഴിഞ്ഞവർക്കാണല്ലോ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നത്. സർക്കാർ ജീവനക്കാരായി സർവീസിലിരിക്കുന്നവർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ പ്രായത്തിന് താഴെയുള്ള ആളുകളാണ്. എങ്ങനെ അവർക്ക് സാധിച്ചു? ഏത് തരത്തിലുള്ള സഹായങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്? ഇതൊക്കെ പുറത്തു വരേണ്ടതല്ലേ? തീർച്ചയായും മനു, അതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. നിലവിലിപ്പോൾ ഇതിന്റെ ഒരു പട്ടിക നമ്മൾക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ചത് നമ്മൾ പുറത്തുവിട്ടിരുന്നു. പക്ഷേ അതിനകത്ത് പേര് വിവരങ്ങളില്ല. പക്ഷേ ഇവരുടെ പേര് വിവരങ്ങൾ കൂടി പ്രസിദ്ധപ്പെടുത്തണം എന്നുള്ളൊരാവശ്യം വലിയ തോതിൽ പല കോണിൽ നിന്നായി ഉയരുന്നുണ്ട്. കാരണം അത്രത്തോളം ഗുരുതരമായിട്ടുള്ള തട്ടിപ്പാണ് അവർ നടത്തിയത്. 60 വയസ്സിന് ശേഷം ലഭിക്കേണ്ട പെൻഷൻ എങ്ങനെയാണ് സർവീസിലിരിക്കുന്നവർ ആ പെൻഷൻ നേടി മുന്നോട്ട് പോകുന്നത്? അതും സാധാരണക്കാർക്ക് അവർക്കൊരു വലിയൊരു കൈത്താങ്ങായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ്. അത് സർക്കാർ
സർക്കാർ എത്രത്തോളം വലിയ പ്രതിസന്ധികൾ വരുമ്പോഴും ആ പ്രതിസന്ധികളെല്ലാം സാമ്പത്തിക ഞെരുക്കത്തിനിടയിൽ പോലും കൃത്യമായ രീതിയിൽ പെൻഷൻ നൽകി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാർ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അത്തരത്തിലൊരു ഘട്ടത്തിലാണ് ഈ രീതിയിൽ സർക്കാർ ജീവനക്കാരുടെ ഭാഗത്ത് നിന്നും, പ്രത്യേകിച്ചും ലക്ഷങ്ങളടക്കം ശമ്പളം വാങ്ങുന്നവരുടെ, സർക്കാർ ശമ്പളം വാങ്ങുന്നവരുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള തട്ടിപ്പുണ്ടായിരിക്കുന്നത്. ഇതിനുവേണ്ടി വലിയ തോതിലുള്ള ക്രമക്കേടുകൾ ഇവർ നടത്തിയിട്ടുണ്ട്. അല്ലാതെ ഇവർക്ക് ഈ 60 വയസ്സിന് ശേഷം ലഭിക്കേണ്ട സാധാരണക്കാർക്ക് ലഭിക്കേണ്ട പെൻഷൻ ഇവർ സർവീസിലിരിക്കെ ലഭിക്കുന്നത് എങ്ങനെ എന്നുള്ളത് തന്നെയാണ് വലിയൊരു ചോദ്യം. അതുകൊണ്ട് ആ രീതിയിൽ വലിയ ഒരു ക്രമക്കേട് ഇവർ തന്നെ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ്. അതുകൊണ്ട് ആ ഒരു സർവീസ് ചട്ടങ്ങളുടെ ഗുരുതരമായിട്ടുള്ള ലംഘനം തന്നെയാണ് ഇവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ തുടർ പരിശോധനകൾ ഇപ്പോഴും ധനവകുപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടെത്തലുകൾ ഇപ്പോൾ ഈ 1458 പേരുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള തട്ടിപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തൽ ആണ് ധനവകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ പരിശോധനകൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ തുടർ നടപടികളും തുടരുക തന്നെയാണ്. ഏതായാലും ഇതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടിയുമായി മുന്നോട്ട് പോകുക എന്നുള്ളൊരു നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം അത്രത്തോളം ഗുരുതരമാണ് ഈ തട്ടിപ്പ് എന്നുള്ളത് കൊണ്ടാണ് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ആർക്കെതിരെയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു നിലപാട് സംസ്ഥാന സർക്കാർ വിഷയത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത്. മനു, ശരി ഷീജ, ഓക്കെ, താങ്ക് യു. ഷീജയാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും ആ വിഷയത്തിൽ കർശനമായ നടപടിയിലേക്ക്, അതായത് സാധാരണക്കാരായ മനുഷ്യർക്ക് ലഭിക്കേണ്ട പെൻഷൻ തട്ടിയെടുത്ത സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടിയിലേക്ക് സർക്കാർ പോകുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.